കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ട കോളേജിലെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ MK റാം ഒടുവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. ദീർഘനാളുകളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന റാം കണ്ണൂർ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ കടുത്ത വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ അറസ്റ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ കേസാണ്. പോലീസ് പലവട്ടം പരാജയപ്പെട്ടു. അറസ്റ്റ് ചെയ്യാനാവുന്നില്ല. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നതാണ്. മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കാതെ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതെ ഒളിവിൽ കഴിയുകയായിരുന്ന റാമിനെ ഒടുവിൽ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്കാണ് കടന്നിരിക്കുന്നത്. കോടതിക്ക് മുന്നിൽ, ഒപ്പം തന്നെ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് മുമ്പിൽ സർക്കാരിന് കൂടുതൽ വ്യക്തത വരുത്താൻ ഈ അറസ്റ്റോടെ കഴിയുമെന്ന പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. KV ബൈജുവിനൊപ്പം. ബൈജു, വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ്. ഒന്ന്, ഇങ്ങനെ ഒരു അധ്യാപകൻ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഒരു അധ്യാപകൻ ഇത്ര നാൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്ന ചോദ്യം ആദ്യം ഉയരുന്നു. 2 തവണ പോലീസിൻ്റെ പലവട്ട അന്വേഷണങ്ങളുണ്ടായാലും അറസ്റ്റൊന്നും നടന്നില്ല. ഒടുവിൽ കോടതിയുടെ കൂടി ഇടപെടലുണ്ടായപ്പോഴാണ് അറസ്റ്റ് ഉണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്? ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഇപ്പോൾ എവിടെയാണ് റാം ഉള്ളത്? സൈത, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് റാം ഉള്ളത്. റാമിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റാം പിടിയിലാകുന്നത്. പല സ്ഥലങ്ങളിൽ മാറി മാറി ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ആന്ധ്രയിലുണ്ടെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് സംഘം അവിടെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. പ്രധാനമായും ആന്ധ്രയിൽ ഇദ്ദേഹത്തിന് അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായം ലഭിച്ചുവെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രയിൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഇയാളെ പിടികൂടാനായില്ല. അതായത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും റാമിനെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം, അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നാടകീയമായി കുടകിൽ നിന്നും ഈ റാമിനെ പിടികൂടുന്നത്. റാമിനെ കുടകിൽ നിന്നും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടികൂടുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ റാമിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയപ്പോഴും അത് തള്ളുന്ന സാഹചര്യം. എന്തായാലും വലിയ ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്നതിന് ഉദാഹരണമാണ് റാം എന്ന് പോലും അത്രത്തോളം രൂക്ഷമായ ഭാഷയിൽ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇയാൾ വേഷം മാറിയാണ് നടന്നിരുന്നതെന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. താടി വെച്ച് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇയാളെന്ന് പറയുന്നുണ്ട്. കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നേരത്തെ ഈ കേസിൽ സംഗീത നമ്പ്യാർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഡോക്ടർ റാമിനെതിരെ നിരവധി വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. അന്വേഷണ സംഘത്തിനെതിരെയും രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിക്കുന്നു. പിന്നീട് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. ഏറ്റവും ഒടുവിലായി ക്രൈംബ്രാഞ്ചിന് ഈ കേസ് ഏൽപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനമായും ആരോപണ വിധേയനായ റാം എന്ന് പറയുന്ന അധ്യാപകനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരുന്നു. ഏതായാലും ഈ വാർത്ത നിരന്തരം തുടർച്ചയായി ന്യൂസ് 18 ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധമാണ് കോളേജ് ക്യാമ്പസിൽ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഏപ്രിൽ 10 നിതിൻ രാജ് ഇങ്ങനെ ജീവൻ ഒടുക്കുന്നത്. അതിനുശേഷം പിന്നീട് വലിയ തോതിൽ പ്രതിഷേധമുയർന്നു. എല്ലാ പാർട്ടികളും, DYFI, SFI, KSU ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിഷേധം കോളേജിൽ ഉണ്ടായി. ഏറ്റവും ഒടുവിലായി റാം എന്ന അധ്യാപകൻ ഉൾപ്പെടെ ഈ നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വിളിച്ച് വലിയ തോതിൽ പെരുമാറുന്ന ആ ഒരു CCTV ദൃശ്യം അതിൽ ഏറ്റവും നിർണായകമായിരുന്നു. ആ CCTV ദൃശ്യം ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. അങ്ങനെ ഈ കേസിൽ നിരന്തരം ഇതിന്റെ പിന്നാലെ ഓരോ വാർത്തകളും നൽകുമ്പോഴും റാം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും കൂടുതൽ ജാതി അധിക്ഷേപം നിതിൻ രാജിന് നേരിട്ടു എന്ന ആരോപണം വിധേയരായ റാമിനെ പിടികൂടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ റാം പിടിയിലായിരിക്കുന്നു. ഇനി റാമിനെ വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതി റാമിനെതിരുണ്ട്. ആ കാര്യത്തിലെല്ലാം ഏതൊക്കെ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് പെരുമാറ്റമുണ്ടായി. അതോടൊപ്പം ഇയാൾ കർണാടകയിലും ആന്ധ്രയിലുമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിച്ചിരുന്നു. ആ ഒരു ഇയാളെ സഹായിച്ചത് ആരൊക്കെ എന്ന കാര്യത്തിലെല്ലാം ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ഇയാളുടെ ചോദിച്ച് അറിയുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികള ഉണ്ട്, അവരെ കൂടി അറസ്റ്റ് ചെയ്യണമെന്ന കുടുംബം പറയുന്നുണ്ട്.
3 മാസത്തിന് ശേഷമാണ് ഈ കേസിലെ പ്രധാന പ്രതി അറസ്റ്റിലാവുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഇതിൽ കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ട്, അവരെ പിടികൂടണമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൽ ആകെ ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 4 പേരെ നോയിഡയിൽ നിന്നും പിടികൂടിയതല്ലാതെ ഇതിൽ വലിയ തോതിലുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷവും മുന്നോട്ട് പോയിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനെതിരെ കുടുംബം നിരന്തരം ഈ നിതിൻ രാജിന്റെ പിതാവ് രാജൻ ഉൾപ്പെടെ വലിയ ആക്ഷേപവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് ലോൺ ആപ്പാണ് പ്രധാനമായും ഈ ഒരു ജീവനെടുക്കാൻ കാരണമെന്ന രീതിയിലൊക്കെ പോലീസ് അന്വേഷണം കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. അതോടൊപ്പം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം DGP ഉൾപ്പെടെ നേരിട്ട് കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും റാമിനെ പിടികൂടിയില്ല എന്ന വലിയ ആക്ഷേപം പോലീസിനെതിരെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ റാം പിടിയിലായിരിക്കുന്നു. ഇനി ഈ കേസിൽ റാമിനെ ചോദ്യം ചെയ്ത് റാമിന് ആരൊക്കെ സഹായം ചെയ്തു, മാത്രമല്ല റാം ഏതൊക്കെ രീതിയിൽ നിതിൻ രാജിനെതിരെ അധിക്ഷേപം നടത്തി, അത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു വ്യക്തത ക്രൈംബ്രാഞ്ച് തേടുകയാണ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ റാം ഉള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സൈത്തെ ബൈജു, ഇത് പറയുമ്പോഴും പോലീസിന് മേലുള്ള പഴി ഇല്ലാതാവുന്നില്ല. ഒന്ന്, ഡോക്ടർ റാമിന് നിയമവഴികളുടെ എല്ലാ സാധ്യതകളും തേടാനുള്ള സാവകാശം ലഭിച്ചു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിനിടയിൽ കോടതിയുടെ കടുത്ത വിമർശനവും. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ ചില പിഴവുകളാണോ പോലീസിനെ കുഴയ്ക്കുന്ന ഒരു വിഷയം? കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലം, ആ രീതിയിൽ നേരത്തെ അനുഭവമുള്ള വ്യക്തി അല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഒളിവിൽ എങ്ങനെ കഴിയാൻ കഴിഞ്ഞു? ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു കുറ്റവാളി ഒളിവിൽ പോയാൽ എങ്ങനെ? അതിന് ഈക്വലായ രീതിയിലായിരുന്നു ഡോക്ടർ റാം ഒളിവിൽ കഴിഞ്ഞത്. ഒടുവിൽ കുടകിൽ നിന്ന് അറസ്റ്റുണ്ടായി. അപ്പോൾ പോലീസിൻ്റെ ചില സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. ഈ അറസ്റ്റോടുകൂടി അത് പൂർണ്ണമായും മാറുമോ? എന്താണ് പോലീസ് ഇയാളുടെ ഒളിവ് ജീവിതത്തെ കുറിച്ച് നൽകുന്ന വിശദീകരണം? സൈത, പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ തന്നെ ഈ കേസിൽ വലിയ തോതിൽ പഴി കേൾക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് നിതിൻ രാജ് ജീവനൊടുക്കേണ്ട രീതിയിൽ ആ കേസ് അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇതിന്റെ തുടക്കത്തിൽ പോലീസ് പലപ്പോഴും ശ്രമിക്കുന്നത് കണ്ടത്. അതോടൊപ്പം ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെയും അതോടൊപ്പം ഈ സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന 2 അധ്യാപകരാണ് ഇതിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ടായിരുന്നു. കാരണം ഈ റാം ഇവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോലീസിന് വളരെ എളുപ്പത്തിൽ ഇയാളെ പിടികൂടാമായിരുന്നു. പക്ഷേ ഇയാൾ ആന്ധ്രയിലേക്ക് കടക്കുകയും പിന്നീട് ആന്ധ്രയിൽ പോലീസ് സംഘം ഈ പ്രത്യേക സംഘം അവിടെ എത്തുകയും, പക്ഷെ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രാദേശിക പാർട്ടി, ആന്ധ്രയിലെ ഒരു പ്രാദേശിക പാർട്ടി നേതാവിന്റെ ബന്ധു കൂടിയാണ് റാം. അതുകൊണ്ട് തന്നെ വലിയ സംരക്ഷണം അവിടെ ആ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആന്ധ്രയിൽ നിന്നും ഇയാൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാനായിട്ടില്ല. മാത്രമല്ല ഇയാൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇയാൾ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അത് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ പോലീസിന് അപ്പോഴും തുടക്കത്തിൽ തന്നെ പിടികൂടാമായിരുന്ന ഒരു പ്രതി, ആ പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ്. പിന്നീട് ഈ കേസ് പ്രത്യേക കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഏറ്റെടുത്തപ്പോഴും ഇതേ സമാനമായ അവസ്ഥ തരുന്നതായിരുന്നു. അവർക്കും ഈ റാമിനെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ കുടുംബം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് റാമിനെതിരെയാണ്. അതോടൊപ്പം ആ കോളേജിലെ അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം റാമിനെതിരെ വലിയ തോതിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം പലപ്പോഴായി ഇയാൾ ജാതീയമായി അധിക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അതോടൊപ്പം പല കുട്ടികളും പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ആ രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോടതിക്കും കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആദ്യം തലശ്ശേരി കോടതിയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നു. പക്ഷെ അവിടെ നിന്നും തള്ളുന്ന സാഹചര്യം. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഇയാൾക്കെതിരെ, റാമിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്ന് മാത്രമല്ല പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ട് ഈ റാമിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചു. പിന്നീടാണ് ഈ കേസിൽ റാം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകുന്നത്. പക്ഷേ സുപ്രീം കോടതിയിലും സമാനമായ സാഹചര്യമായിരുന്നു. വലിയ തോതിൽ വിമർശനം നേരിടേണ്ടി വരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും ഇയാളെ പിടികൂടാൻ കഴിയാത്ത ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആന്ധ്രയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആന്ധ്രയിൽ വലിയ തോതിൽ പരിശോധന നടത്തുന്നു. പക്ഷേ ആന്ധ്രയിൽ ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ കർണാടകയിൽ ഇയാളെ ഒരു സഹായം
സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. കർണാടകയിൽ നിന്നും പിന്നീട് ഇയാൾ കൊടകിലേക്ക് എത്തുകയായിരുന്നു. കൊടകിൽ നിന്നും ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രൂപം മാറി താടി വെച്ചൊക്കെയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. അതായത് ഈ കേസിൽ കൃത്യമായി ഇയാൾ ഒരു പ്രതിയാണ്, ഇയാൾ ഒളിവിൽ പോവുകയാണ്. ഇയാൾ കുറ്റം ചെയ്ത് കൃത്യമായി അതിൽ നിന്ന് തന്നെ ഒരു ബോധ്യപ്പെടാം. കാരണം ഇതില്ലെങ്കിൽ, ഇയാൾ കുറ്റം ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് തുടക്കത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാകാമായിരുന്നു, ഇയാളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കല്ല കടന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഈ കേസിൽ. ഏതായാലും കുടകിൽ നിന്നും ഇയാൾ അറസ്റ്റിലാകുമ്പോൾ ഇയാൾ രൂപം മാറിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ റാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ഏറ്റവും വിമർശനത്തിന് വിധേയമാവും. ഇനി വരും ദിവസങ്ങളിലും റാമിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തോതിൽ കോടതിയിൽ പോലും മുൻകൂർ ജാമ്യ ഹർജി, സുപ്രീം കോടതി ജാമ്യ ഹർജി തള്ളിയ ഒരാളെ പിടികൂടാൻ കഴിയുന്നത് വലിയ നാണക്കേടാവും. അത് ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഇനി എന്താണ് റാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവങ്ങൾ, നിതിൻ രാജിനെതിരെ എത്രത്തോളം ഗുരുതരമായ കാര്യങ്ങൾ റാമിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതോടൊപ്പം മറ്റു വിദ്യാർത്ഥികളെ ഏത് രീതിയിലൊക്കെ ഇയാൾ ഇത്തരത്തിൽ അധിക്ഷേപിച്ചു, അത്തരം കാര്യങ്ങളിൽ വിശദമായ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതോടൊപ്പം പ്രധാനമാണ് ഇത്രയും ദിവസം 3 മാസത്തിലധികം ഇയാളെ ഒളിവിൽ സഹായിച്ച ആരൊക്കെ, അത് വളരെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. നിതിൻ രാജിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത് ഇതിൽ കേസിലെ 1-ാം പ്രതിയായ റാമിനെ പിടികൂടണം എന്നു തന്നെയാണ്. ഏതായാലും റാം ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് സംഘത്തിനെ ആശ്വസിക്കാം. അതോടൊപ്പം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസമാകുമ്പോഴും അവർ ഇപ്പോഴും പറയുന്നത് ഇതിൽ കൂടുതൽ ആളുകൾ, അധ്യാപകർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടി അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും റാമിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. സൈത്ത്. യെസ് ബൈജു, അതാണ് സാഹചര്യം. ബൈജു തുടരുക. എന്തായാലും ഈ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.